എൻ്റെ അമ്മച്ചിയുടെ അമ്മയാണ് വിളിക്കണേ, വീഡിയോ കോളാണ്. അമ്മ മക്കളെ കാണാൻ വേണ്ടി വിളിച്ചേട്ടാണ്. വാഴയിലയിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആളായല്ലോ അങ്ങനെ കഴിച്ചിട്ട്, അതിൻ്റെ ഒരു ഇത് സന്തോഷം. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് പിള്ളേരോണാണല്ലോ. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് അമൃത ഇന്നലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അമൃതയ്ക്ക് ഇന്നലെ ഓഫായിരുന്നു, എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഫുഡുകൾ ഫ്രിഡ്ജിലുണ്ട്, ഇനി അത് ചൂടാക്കണം. പിള്ളേർ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. കാരണം അമൃതനെ ഞങ്ങൾ രാവിലെ കൊണ്ടുവിട്ടിട്ട് മക്കൾ വീണ്ടും ഒന്ന് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ ഒരു 9:10 മണി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവർ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കണു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഞാനാണ് ഇടിയിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകൾ കാണും. ഇവിടെ അടുത്തുനിന്ന് ഞങ്ങൾക്കൊരു ഫ്രോസൺ ഇല കിട്ടിയിട്ടുണ്ട്. അത് ഫ്രണ്ട് കൊണ്ട് തന്നാണ്. 3 പൗണ്ട് എന്നാണ് പറഞ്ഞൊരു പാക്കറ്റ്. നാട്ടിലൊരു 350 രൂപ. അപ്പോൾ അതിലാണ് ഞങ്ങളിന്ന് ചോറ് കഴിക്കാൻ പോണേ. അപ്പോൾ താഴെ ചെന്നിട്ട് ഫുഡ് കഴിക്കുമ്പം കാണാം. ഓക്കെ, പിള്ളേരെ ഞാൻ ഒരുക്കട്ടെ. ഇവർക്ക് പട്ടുപാവാട വേണമെന്നാണ് പറയണേ. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഞങ്ങളിങ്ങനെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർ പറഞ്ഞു ഇതിൽ ഏതോ ഒരു ബാഗിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തപ്പി നോക്കട്ടെ. ഈ ബാഗിലാന്ന് തോന്നുന്നു, നോക്കാം. യെസ്, ഇവിടെ ഇരിപ്പുണ്ട്, ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതവരുടെ ഡ്രസ്സാണ്. റെഡും ഉണ്ട്, യെല്ലോയും ഉണ്ട്. ഇതിലേതാ ഇഷ്ടം നോക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? ഏതാ എടുക്കണേ? ഇത് മതിയാ? അതിൻ്റെ പാവാട നമുക്ക് റെഡിയാവാം. അപ്പം ഇനി നമുക്കൊന്ന് കുളിക്കാം. അല്ല, കുളിച്ചിട്ട് വന്നിട്ടാ, അതാ നല്ലത്. കുളിച്ചിട്ട് വന്നിട്ട് ശരി. ഓക്കെ. ഇത് ഞങ്ങളുടെ ഈ ഫ്രോസൺ ഇല ഇരിക്കുന്നതാണ്. ഈ ഇല ഇതാണ് ഫ്രോസൺ ഇല. മക്കൾ റെഡിയായി. മക്കൾ റെഡിയായി സുന്ദരക്കുട്ടികളായിട്ട് നിൽക്കണു. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങൾ പിള്ളേർ ഓണത്തിനോടനുബന്ധിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ മക്കളോട് വന്നിരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു രണ്ടുപേരും. ചോറ് കേട്ടടാ, കൈ മാറ്റിക്ക് വേണോ? ഞാൻ ചൂടുണ്ട് കേട്ടോ. നമ്മക്കൂട്ടാ ചൂടുണ്ട് കേട്ടാ. സാമ്പാർ ഇട്ടേ, സാമ്പാർ ഒഴിക്കാം. ചോറ് വേറെ തരാം, കൊച്ചിപ്പ കഴിക്ക്. വീണ കൊട്ട കഴിക്കട്ടെ സാമ്പാർ. കഴിച്ചോ? അങ്ങനെ എൻ്റെ മക്കള് പിള്ളേർ ഓണത്തിനോടനുബന്ധിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഇനി എനിക്ക് ഇച്ചിരി വിളമ്പണം. ഞാനും കഴിച്ചില്ല. മക്കളുടെ കൂടെ ഇരിക്കാന്ന് വെച്ചു. കൊണ്ടാവേ ഇഞ്ചിക്കറി. ഇത് മക്കൾ രാവിലെ കഴിച്ചതാട്ടോ, ഹൂപ്സ്. രാവിലെ ഒരു ശകല എടുത്ത് വിശക്കണേന് മുന്നേ ഒന്ന് കൊടുക്കാൻ നോക്കിയതാ, പക്ഷെ കഴിച്ചില്ല. അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. ആരാ മുതല്? എനിക്ക് വിളമ്പി തരാൻ ഞാൻ മാത്രം. ഇപ്പൊ അന്നമ്മ വന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാം അല്ലേ? അടിച്ചു പൊളിക്കണം. നെയ്യ് വേണോ? നെയ്യ്
ഇഷ്ടമാണോ? നെയ്യ് ഒഴിച്ചേക്കാം. വേണോ? ഇവിടെ എന്നിട്ട് കഴിച്ചു. പരിപ്പില്ല കേട്ടാ, നെയ്യും പരിപ്പുമാണ് ശരിക്കും കഴിക്കണ്ടേ. പരിപ്പ് കറി ഇല്ല. കഴിച്ചു. അപ്പം ഒന്ന് കഴിച്ചോട്ടെ. നല്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. ചോറ് തരാട്ടോ. ഒക്കെ കഴിച്ചു. അടുത്ത ചോറിടാം. കഴിച്ചു. അപ്പൊ പപ്പടം പൊട്ടിച്ച് കഴിച്ചേ. നമുക്ക് പായസം ഉണ്ട്, സേമിയ പായസം ഉണ്ട്. അത് ലാസ്റ്റ് ചോറ് കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇല തന്നെ ഇട്ട് കഴിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, മക്കള് കഴിക്കണം, ഇനി ഞാൻ കഴിക്കണം. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ വീഡിയോക്കാരൻ. ഓക്കെ സുഹൃത്തുക്കളെ, എൻ്റെ അമ്മച്ചിയുടെ അമ്മയാണ് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മച്ചിയുടെ അമ്മയാണ് വിളിക്കണേ. വീഡിയോ കോളാണ്. അമ്മ മക്കളെ കാണാൻ വേണ്ടി വിളിച്ചേട്ടാണ്. ഞങ്ങള് ഇവിടെ ഉണ്ടമ്മേ. ഞാനേ അമ്മ ചോറുണ്ടോ അമ്മ? ഞാൻ വേഗം തൂത്തുവരുത്തില്ല. നമുക്കട്ടാ ചോറ് തൂത്തിട്ടാ വേണോ? എങ്ങനെയുണ്ട് ഇലയിലൊക്കെ ഫുഡ് കഴിച്ചിട്ട്? കുറച്ചുകൂടെ എനിക്ക് ഇടണ്ടേ? എന്തേലും വേണോ? വീണ കുഞ്ഞാ കുഞ്ഞാ അത് തന്നെ. ആ ചോറ് സൈഡിലേക്ക് പോണു. അത് നീക്കിട്ടെ. ഞങ്ങള് എങ്ങനെ ചോറിന് കൈയും കാലും ഇല്ല. അത് തമ്പൂഞ്ഞിന്റെ സഹായത്തോടെ ചോറ് നടന്നുപോയി. ഹായ് സുഹൃത്തുക്കളെ, ഇത് എന്താന്ന് വെച്ചാല് മക്കളിവിടെ ഇരുന്ന് മൊത്തത്തിൽ മടുത്തൂലോ. അപ്പൊ ഇങ്ങനെയൊരു ആഘോഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പം അമൃത ചെയ്തൊരു പരിപാടിയാണ്. എന്തായാലും നന്നായിട്ടോ. കാരണം നല്ലൊരു ഫീലിങ്. വാഴയിലയിൽ ഇങ്ങനെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആളായല്ലോ അങ്ങനെ കഴിച്ചിട്ട്. അതിൻ്റെ ഒരു ഇത് സന്തോഷം. നിങ്ങൾ വാഴയിലയിലൊക്കെ കഴിച്ച് അവിടെ കല്യാണത്തിന് പോകുമ്പോൾ കഴിച്ചിട്ടില്ലേ? അപ്പം അമ്മ ഇല്ലായിരുന്നു ഇപ്പം. കോവയ്ക്ക വറുത്തെടുത്തിട്ടോ? അതിനെ തന്നെ ചിപ്സും ഉണ്ടോ? ചിപ്സും ഉണ്ട്. അപ്പൊ ഈ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തന്ന പൊന്നുവിന് താങ്ക്സ് അല്ലേ? പൊന്നമ്മയ്ക്ക് താങ്ക്സ്.